ഹാഷറിന് കേരളം കത്തിക്കും. ആ പൊളിയായിരുന്നു, എല്ലാരും പൊളിയായിരുന്നു. അറേബ്യച്ച് ബ്രോ. അയ്യോ ഭീകരം. വാഴ വണ്ണു പോലെ അടിപൊളി. മണ്ണിനൊക്കെ മേലെ കിടക്കും സാർ. ഭയങ്കര ഇമോഷണൽ ഒക്കെ ഭയങ്കര പണില്ല. ഭയങ്കര പണി. വണ്ണു പോലെ തന്നെ നല്ലതാണ് കണ്ടിരിക്കാൻ. നല്ല എന്റർടൈൻമെന്റ് ആണ്. സൂപ്പർ ആണ്. ഹാഷറും പിള്ളേരും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിള്ളേരൊക്കെ പുതിയ പിള്ളേരെല്ലാവരും സൂപ്പറായിട്ടുണ്ട്. കോമഡി കാര്യങ്ങളൊക്കെ എങ്ങനെ കോമഡിയൊക്കെ കോമഡിയൊക്കെ കൊണ്ട് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. കോമഡിയിൽ ചിരിക്കാറുണ്ട്, അത്യാവശ്യം ചിരിക്കാം. ഫുൾ ടൈം എന്റർടൈൻമെന്റ്. യൂത്തിന് വേണ്ടി തന്നെയുള്ള ഒരു പടം. യൂത്തിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചുള്ള പടം. നല്ല പടമായിരുന്നു, അടിപൊളി പടം. ഹാഷറും പിള്ളേരും ഹാഷറും പിള്ളേരും അടിപൊളി. ആലന്റെ പെർഫോമൻസ് കിഡിലെ പെർഫോമൻസ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമാക്സ് സൂപ്പർ. ലാസ്റ്റ് കരച്ചിൽ വന്നോ? കരച്ചിൽ വന്നു, പക്ഷേ അതിനേക്കാൾ ക്ലൈമാക്സ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. അടിപൊളി മൂവി ആയിരുന്നു, നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു. കാണാൻ എല്ലാം ഓരോ സീക്വൻസും നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ഷരം സൂപ്പറായിരുന്നു. എല്ലാവരും സൂപ്പറായിരുന്നു. ആക്ച്വലി ചിന്തിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഒരുപാടുള്ള സിനിമ. എന്തായാലും ഫസ്റ്റ് വാച്ച്. ആക്ഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും അടിപൊളി. ആക്ഷൻ പിള്ളേരുടെ അകത്തോ? നല്ല ഇമോഷണൽ ആണ്. നല്ലൊരു പടം. എക്സലന്റ് സിനിമ. ഒരു ബ്രദർ ബോണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കണ്ടോ? ഐ എം നോട്ട് സ്പോയിലിംഗ് എവരിതിങ് ടു ദ ഓഡിയൻസ്. ഇറ്റ്സ് നൈസ് മൂവി. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, നല്ലൊരു സിനിമ. ഹാഷറിന് കേരളം കത്തിക്കും. പൊളിയായിരുന്നു, എല്ലാരും പൊളിയായിരുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത് പ്രത്യേകം ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന വെച്ചാല് ക്ലൈമാക്സ് ആണ്. അത് പ്രത്യേക തരം ക്ലൈമാക്സ് ആയിരുന്നു. എല്ലാരും കൊള്ളാമായിരുന്നു. ഹാഷറിന് നല്ലൊരു ഭാവി ഉണ്ട് തോന്നുന്നു സിനിമയിൽ. കണ്ടിട്ട് തോന്നുന്നുണ്ട്, എന്റെ ഭാവിയിലൊരു